എല്ലാവരും ഈ നമ്മുടെ വിജയിച്ച കാൻഡിഡേറ്റ്സിൽ 50 പേരും എല്ലാവരും മേയറാവാനും ഡെപ്യൂട്ടി മേയറാവാനും ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സ് തന്നെയാണ് നമ്മൾ ജയിച്ച എല്ലാവരും. അപ്പോൾ ഓരോരുത്തർ നേരത്തെ രാജശേഖരനായാലും നമ്മുടെ നേതാക്കന്മാരൊക്കെ തന്നെ സൂചിപ്പിച്ചു, എല്ലാവരും മേയറാവാനും ഡെപ്യൂട്ടി മേയറാവാനും യോഗ്യതയുള്ളവർ തന്നെയാണ് മത്സരിച്ചത്, ഇവിടെ നമ്മുടെ മത്സരിച്ച് വിജയിച്ചു വന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ ആദ്യ ഡെപ്യൂട്ടി മേയറാണ് ആശാനാഥ്. കരിമത്ത് നിന്നാണ് ആശാനാഥ് ജയിച്ചത്. കരിമം പുതിയ വാർഡാണ് അല്ലേ? അതെ, പുതിയ വാർഡാണ്. 2 തവണയും പാപ്പനംകോട് നിന്നാണ് ജയിച്ച് കൗൺസിലറായത്. എന്നിട്ടാണ് ഇപ്പോൾ കരിമത്ത് നിന്ന് ജയിച്ചതും. വളരെ അപ്രതീക്ഷിതമായിരുന്നു ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു. ഇന്ന് കൗൺസിൽ യോഗത്തിന് വന്നപ്പോഴാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ ഒരു പേരുണ്ട് ലിസ്റ്റിൽ, അപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിൽ മാത്രമേ സൂചിപ്പിച്ചുള്ളൂ. അപ്പോൾ അത് പ്രഖ്യാപനം ഈ ഒരു വേളയിൽ നടന്നപ്പോഴാണ് അറിയുന്നത്. അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. തീർച്ചയായിട്ടും പാർട്ടി എന്നിൽ ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ കാണുന്നു, വലിയ ഉത്തരവാദിത്തമായിട്ട് തന്നെ കാണുന്നു. ഈ സ്വയം ഒരു ചോദ്യം ചോദിക്കട്ടെ, അതായത് എന്തുകൊണ്ടായിരിക്കും ആശാനാഥിലേക്ക് തന്നെ ആ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി പദവി തരാൻ തീരുമാനിച്ചത് പാർട്ടി? എന്ത് തോന്നുന്നു, എന്തായിരിക്കും മെറിറ്റ്? അത് പാർട്ടി തന്നെയാണ് പറയേണ്ടത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നേരത്തെ എല്ലാവരും ഈ നമ്മുടെ വിജയിച്ച കാൻഡിഡേറ്റ്സിൽ 50 പേരും എല്ലാവരും മേയറാവാനും ഡെപ്യൂട്ടി മേയറാവാനും ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സ് തന്നെയാണ് നമ്മൾ ജയിച്ച എല്ലാവരും. അപ്പോൾ ഓരോരുത്തർ നേരത്തെ രാജശേഖരനായാലും നമ്മുടെ നേതാക്കന്മാരൊക്കെ തന്നെ സൂചിപ്പിച്ചു, എല്ലാവരും മേയറാവാനും ഡെപ്യൂട്ടി മേയറാവാനും യോഗ്യതയുള്ളവർ തന്നെയാണ് മത്സരിച്ചത്, ഇവിടെ നമ്മുടെ മത്സരിച്ച് വിജയിച്ചു വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഒരാളെ ചൂസ് ചെയ്തു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. കോർപ്പറേഷനിലെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്, കാരണം വളരെ സുപരിചിതയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ തവണ ഈ കൗൺസിലിംഗ് സമയത്തൊക്കെ വലിയ പ്രതിഷേധവും ഒക്കെ നേതൃത്വം നൽകിയതുമാണ്. ഇപ്പോൾ ഈ ഭരണമായിട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, വികസന അനന്തപുരിക്കായിട്ട് തന്നെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കും. നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തിരുവനന്തപുരം നഗരത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ള കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒറ്റക്കെട്ടായിട്ട് പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കും. നേരത്തെ ഒരു വാർഡിന് മാത്രം കേന്ദ്രീകരിച്ചാൽ മതി, ഇപ്പോൾ ഡെപ്യൂട്ടി മേയറാണ്, കൂടുതൽ വാർഡുകൾ കേന്ദ്രീകരിക്കേണ്ടി വരും. അതെ, വലിയ ഉത്തരവാദിത്തമാണ്. എല്ലാ വാർഡുകളും ശ്രദ്ധിക്കണം, എല്ലാ പേരെയും ഒരുപോലെ കാണണം, വികസനം എല്ലാ വാർഡിലെയും ഒരുപോലെ എത്തിക്കണം. ഇതൊക്കെ വലിയൊരു ഉത്തരവാദിത്തമാണ്. എല്ലാവർക്കും ഒരേപോലെ രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ തന്നെ ശ്രമിക്കും. ഈ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് പ്രധാനമന്ത്രിയായിരിക്കും. 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നമ്മളെല്ലാവരും അഭിസംബോധന ചെയ്ത് സംസാരിക്കും. നമ്മുടെ എന്തൊക്കെയാണ് തിരുവനന്തപുരം നഗരസഭയിൽ വേണ്ട മാറ്റം, നഗരത്തിന് വേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രഖ്യാപനം ഉണ്ടാകും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്കും എല്ലാം തന്നെ അറിയാൻ സാധിക്കും. ഈ പ്രതിപക്ഷം വളരെ ശക്തമാണ്. തീർച്ചയായിട്ടും വളരെ ശക്തമാണ്. നല്ല ഒരു പ്രതിപക്ഷം ഉണ്ടായാലേ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ക്യാമറ പേഴ്സൺ എസ് സനോഷിനോടൊപ്പം RB സനു, മീഡിയ 1.